കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ മൊബൈൽ മോർച്ചറിയുടെ മുമ്പിലാണ്. ഈ മൊബൈൽ മോർച്ചറി പ്രവർത്തിക്കുന്നില്ല എന്നൊരു ഏറ്റവും വലിയൊരു പ്രശ്നം ഇവിടെ നിലവിൽ ഉണ്ടായിരുന്നു. എന്നാൽ മൊബൈൽ മോർച്ചറി ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ, അതായത് കൊട്ടാരക്കര മീഡിയ ഇതിനെക്കുറിച്ചൊരു വാർത്ത ചെയ്തിരുന്നു. കൊട്ടാരക്കര മീഡിയ വാർത്ത ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ മോർച്ചറി, നമ്മുടെ മൊബൈൽ മോർച്ചറി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 10 വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ചതാണ്. അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിക്കുന്നതിന് തൊട്ട് മുമ്പ് ലയൺസ് ക്ലബിൻ്റെ ഒരു മോർച്ചറി ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് പൂർണ്ണ സർക്കാരിൻ്റെ നിയന്ത്രണത്തോടുകൂടിയ മോർച്ചറിയാണ് അന്ന് താലൂക്ക് ആശുപത്രിയുടെ കസ്റ്റോഡിയനായിട്ടുള്ള കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാപിച്ചത്. അതിനുശേഷം ആ പ്രവർത്തനത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോവുകയും നഗരസഭയിൽ ഏതാണ്ട് ഞാൻ ചെയർമാനായതിനു ശേഷമാണ് പെട്ടെന്ന് പൊടുന്നനെ പറഞ്ഞ മോർച്ചറി കേടുപാട് സംഭവിച്ചു എന്ന് അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിലവിൽ വെച്ചിരുന്നതായ മൃതശരീരങ്ങൾ മറ്റ് മോർച്ചറികളിൽ മാറ്റുകയും അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ ഏതാണ്ട് ആദ്യം വന്ന ഒരു ഏജൻസി 2 ലക്ഷം രൂപ വേണം ഇത് റിപ്പയർ ചെയ്യണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ ഇത് നിർമ്മിച്ച് നൽകിയ അദ്ദേഹം ഒരു സുഖമില്ലാതെ കിഡ്നി പേഷ്യൻ്റായിട്ട് ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകനെ സമീപിച്ചപ്പോൾ, അഭിലാഷ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകനെ സമീപിച്ചപ്പോൾ എന്നോട് പറഞ്ഞു വളരെ ചുരുങ്ങിയ നിരക്കിൽ ആ പണി പൂർത്തിയാക്കി തരാമെന്ന് പറഞ്ഞ് 45,000 രൂപ മുടക്കി 6 മാസത്തേക്ക് AMC അടക്കം ഫിക്സ് ചെയ്തുകൊണ്ടാണ് ആ പ്രവൃത്തി കൊടുത്തത്. അദ്ദേഹം ഇത് ഇടയ്ക്കിടയ്ക്ക് ടൈം ബൗണ്ടായിട്ട് അത് ഇൻസ്പെക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഇൻസ്പെക്ട് ചെയ്തപ്പോഴാണ് ഒരു 3-4 ദിവസം എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു അതിൻ്റെ വയറുകൾ ഊരിയിട്ടു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഞാനത് എൻക്വയറി ചെയ്യും. ആ മോർച്ചറിയിലെ ഇപ്പോഴത്തെ നടത്തിപ്പുകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അന്നേ ദിവസം ആ പയ്യന് കടുത്ത പനി ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ വരാൻ കഴിഞ്ഞില്ല, വേറൊരാളെ ഏൽപ്പിച്ചതാണ്, എന്തോ അപാകം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനത് സംശയിക്കുന്നു, ഏതോ കോണുകളിൽ നിന്നും അത് ഡാമേജ് ചെയ്യാനുള്ള ഏതോ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ഏതോ കോണിൽ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് ഒരുപക്ഷെ ആശുപത്രിയുടെ പേര് മോശപ്പെടുത്തുകയും അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെ കൂടെ മോശപ്പെടുത്താൻ രീതിയിലുള്ള പ്രവർത്തനം നടക്കും. ഇന്ന് ലക്ഷ്യയുടെ ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന കർമ്മം ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുക്കാനിരിക്കുന്ന സ്ഥലമാണ് കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ. അതിന് മുന്നോടിയായിട്ടുള്ള എന്തോ പ്രവർത്തനങ്ങളാണ് അത്തരത്തിൽ നടന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, തെറ്റായ പ്രവണതയാണ്. മോർച്ചറിയെ ബന്ധപ്പെട്ട് എന്നെ അവിടുത്തെ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടാണ് വിളിച്ചറിയിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാനുള്ള ആളിനെ ഞാൻ കണ്ടെത്തി എഗ്രിമെൻ്റ് വെച്ചിട്ട് അതിൻ്റെ ആവശ്യമായ മെഷീനറികൾ കോയമ്പത്തൂരിൽ നിന്നാണ് വരേണ്ടിയിരുന്നത്. അത് പർച്ചേസ് ചെയ്യാൻ വന്ന ഇച്ചിരി താമസമാണ് സംഭവിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അവർ രാഷ്ട്രീയപരമായി അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി അവർ ഇത് നടത്തിയെന്നല്ലാതെ അതും മോർച്ചറിയായിട്ട് യാതൊരു ബന്ധവുമില്ല. സമരം ചെയ്തില്ലെങ്കിലും മോർച്ചറി സമയം പ്രവർത്തിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.